ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർഫറൻസ് ഒരുപാട് കൂടി. ഞാൻ ഇറങ്ങുമ്പോഴത്തേക്ക് ആക്ച്വലി ജി സുധാകരനുമായിട്ട് എനിക്കൊരു വലിയൊരു ഒരു ഫ്യൂഡുണ്ടായിരുന്നു. അനാവശ്യമായിട്ട് ഉള്ള അദ്ദേഹം ഉണ്ടാക്കിയൊരു ഫ്യൂഡാണ്. അതിന് റീസൺസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടുന്ന് ഇദ്ദേഹത്തിൻ്റെ ആൾക്കാർ ഓരോരുത്തരെ പറഞ്ഞു വിടും, അവർക്ക് ജോലി കൊടുക്കണം, അവർക്ക് വർക്ക് കൊടുക്കാൻ പറ്റില്ല. ആക്കുളം കായലിൽ എൻക്രോച്ച്മെൻറ്റ്സ് ഡെയിലി നടക്കുകയാണ്. എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം. ഇവിടെ ഒരാൾ 6 ഏക്കർ അതിനകത്ത് നിരത്തിയെടുത്ത് എനിക്കറിയാം, ആക്കുളം കായൽ. പക്ഷേ ഇതിനൊന്നും ആരും ഒരു വിരൽ പൊക്കുന്നില്ല. ഇവിടുത്തെ വലിയ സെൽഫ് അപ്പോയിൻറ്റഡ് എൻവയൺമെൻറ്റലിസ്റ്റ് ഉണ്ട്, അവരൊന്നും ഇതിനൊന്നും പറയില്ല. റോഡിലെ ഒരു മരം മുറിച്ചാൽ ഉടനെ വലിയ ബഹളം ഉണ്ടാക്കും. കാരണം ഇത് ഡിസ്ട്രാക്ഷൻ ടെക്നിക്കാണ്. പൊന്നറ പാർക്കിന് ചുറ്റുമുള്ള ഓട ക്ലീൻ ചെയ്തിട്ട് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ 6-7 വർഷമായി. അപ്പോൾ അതിനകത്ത് ഏതാണ്ട് ഒരു പകുതിയോളം സെഡിമെൻറ്റ്സ് വന്നു കാണും, യാതൊരു സംശയമില്ല. അപ്പോൾ തിരുവനന്തപുരത്തെ ഒരു ഡീകൺജഷനിലേക്ക് ചെയ്യാനായിട്ടുള്ളൊരു സൗകര്യം കൂടാണ്. അപ്പോൾ ഇതിന് ഒരുപാട് ഒബ്ജക്ഷൻ വന്നിരുന്നു. ഇത് മെയിൻറ്റെയിൻ ചെയ്യുക, അതിനകത്ത് മുഴുവൻ മാലിന്യം അടിയും, അവസാനം മുഴുവൻ വെള്ളം കെട്ടും. ഇതൊക്കെ വെറുതെ ശുദ്ധ അസംബന്ധമാണ്. കാരണം സ്മാർട്ട് സിറ്റി ഞാനായിരുന്നെങ്കിൽ ചേരുന്നത് അതിലൊരു പ്രധാന വർക്ക് ഞാൻ ഇതായിട്ട് എടുക്കുകയുള്ളൂ. കാരണം തിരുവനന്തപുരത്തിന് ആവശ്യം ഈ ആമേഴഞ്ചാം തോടിനെ നമ്മളൊരു സൊല്യൂഷൻ കാണുക എന്നുള്ളതാണ് പ്രധാന ആവശ്യം. പിന്നെ നഗരത്തോടുള്ള എൻ്റെ എന്താ പറയുക അൺബ്രിഡൽഡ് ലവ് എന്ന് പറയാം. തിരുവനന്തപുരം എന്ന് വെച്ചാൽ എനിക്ക് അത്ര ഒരു ഇതാണ്. ഞാൻ മരിക്കാൻ വരെ തയ്യാറാണ്. ഞങ്ങൾ കിഴക്കേക്കോട്ട ചെയ്യുമ്പോൾ അതിനകത്ത് വിരിച്ചിരിക്കുന്ന വയസ്സായ സ്ത്രീകൾ പോലും അവരുടെ അടുത്ത് സംസാരിച്ച് കഴിയുമ്പോൾ അവരുടെ ഇതിൽ വരുന്ന അവർ നല്ല തുക മാസപ്പടിയായിട്ട് അവിടുത്തെ ഗുണ്ടാപ്പിരിവ് ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. ആക്ച്വലി ഈ തമ്പാനൂരിൽ നിന്ന് വന്ന് നിറയുന്ന വെള്ളം ഈ തോട് വഴി ഓപ്പണാക്കി കിള്ളിപ്പാലത്തിലേക്ക് വിട്ടു കഴിഞ്ഞാൽ പ്രശ്നം ഏകദേശം കിള്ളിയാറി ചെന്ന് വീഴും. അത് സിമ്പിളാണ്, ചെയ്യാവുന്നതേ ഉള്ളൂ. കിള്ളിയാറിന് കപ്പാസിറ്റി ഉണ്ട്. അത് മാത്രമല്ല ഇരു കരകളൊക്കെ കുറച്ചുകൂടി ഉയർന്ന് നിൽക്കുന്നതിൻ്റെ പേരിൽ സൈഡിലുള്ളവർക്കും പ്രശ്നം വരുന്നില്ല. മനസ്സിലായില്ലേ? ഇനി ഞങ്ങൾ ചെയ്തത് പറയാം. അപ്പം ഞങ്ങൾ അവിടുത്തെ കംപ്ലീറ്റ് വിശകലനം ചെയ്ത് നോക്കിയപ്പോൾ ഇത്ര വെള്ളം ക്യൂബിക് മീറ്റേഴ്സിൽ നമുക്ക് കൈകാര്യം ചെയ്യണം. അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് മഴ വരുമ്പോൾ സാധാരണ 1 മണിക്കൂറൊക്കെയാണ് മഴ വരുന്നത്, ശരിക്കും ശക്തമായ മഴ വരുന്നത്. പിന്നെ അത് ടേപ്പർ ഓഫ് ചെയ്യും. അപ്പം 1 മണിക്കൂറിൽ ഞങ്ങൾക്ക് 14 വർഷത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം ഏറ്റവും കൂടുതൽ 1 മണിക്കൂറിൽ മഴ പെയ്തിരിക്കുന്നത് 3 സെൻറ്റിമീറ്ററാണ്, 3-4 സെൻറ്റിമീറ്ററാണ് മണിക്കൂറിൽ. അപ്പോൾ അത് വെച്ച് കണക്കാക്കിയപ്പം ഇത്ര ക്യൂബിക് മീറ്റർ വെള്ളം വേണം. അതുകൊണ്ട് 6-7 ലക്ഷം ക്യൂബിക് മീറ്റർ വെള്ളത്തിൻ്റെ അവിടെ കെട്ട് വരും. അപ്പം പൊന്നറ പാർക്കിന് ചുറ്റും ഞങ്ങൾ ചെയ്തിരിക്കുന്ന ഡ്രെയിൻ അത് 10 ലക്ഷം ക്യൂബിക് മീറ്റർ വെള്ളം കൈകാര്യം ചെയ്യാൻ കേപ്പബിളായിട്ടുള്ള ഡ്രെയിനാണ്. ഡ്രെയിനേജ് ഫെസിലിറ്റി ഞങ്ങൾ ചെയ്തതാണ്. ശരിക്കും ഞങ്ങളുടെ സ്കോപ്പിൽ അതില്ലായിരുന്നു. ഞങ്ങൾ പക്ഷേ അത്രയും ചെയ്തു. കാരണം നമ്മൾ റോഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ റോഡിൽ വെള്ളം കെട്ടിയാൽ റോഡ് ചീത്തയാകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഞങ്ങൾ ചെയ്യുന്ന റോഡ് അങ്ങനെ പെട്ടെന്ന് ചീത്തയാവില്ല. അത് നമുക്ക് നമ്മുടെ മുമ്പിലൊക്കെ ഉണ്ട്. എയർപോർട്ട് തൊട്ട് ആശാൻ സ്ക്വയർ വരെയുള്ള റോഡ് ചെയ്തിട്ട് ഇപ്പം 16 വർഷം കഴിഞ്ഞു. 16 20 വർഷം കഴിഞ്ഞു. കവടിയാർ റോഡ് ചെയ്തിട്ട് 20 വർഷം കഴിഞ്ഞു. 20 വർഷം ഒരു ബോട്ട് ഹോൾ പോലും ഇല്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചീത്തയാവില്ല. എന്നാൽ ഈ റോഡ്സ് എല്ലാം സാധനം അണ്ടർ ചെയ്തതാണ് അല്ലേ? അതെ, ഞങ്ങളുടെ TRDCയിൽ ചെയ്തതാണിത്. അപ്പം ഇതിൽ ഞങ്ങൾ 10,75,000 ലിറ്റർ ക്യൂബിക് ലിറ്റർ വെള്ളം കൈകാര്യം ചെയ്യാനുള്ള ഞങ്ങളവിടെ ഡ്രെയിൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് പൊന്നറ പാർക്കിന് ചുറ്റും. അതിൽ നിന്ന് ആമേഴഞ്ചാം തോടിലോട്ട് 2 മീറ്റർ ബൈ 1.25 മീറ്ററുള്ള റോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനും എല്ലാം കൂടെ ചേർത്താണ് 10 ലക്ഷം ലിറ്റർ ഹോൾഡ് ചെയ്യുന്നത്. ഇതിലോട്ട് ആമേഴഞ്ചാം തോടിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ആമേഴഞ്ചാം തോടിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ കൂടി ഒരു നല്ല മഴ വരുമ്പം അതുവഴി വെള്ളം ഒഴുകും. ഇത്തിരി സ്ലോ ആണെന്നുള്ളതേ ഉള്ളൂ. എന്നാലും ഈ മഴയുടെ കാഠിന്യം എത്ര കൂടിയാലും വലിയ വെള്ളക്കെട്ട് അവിടെ വരാത്ത രീതിയിലാണ് നമ്മളത് ചെയ്തിരുന്നത്. ചുരുക്കം പറയുകയാണെങ്കിൽ 2013 തൊട്ട് 2019 ഞാൻ TRDCയിൽ നിന്ന് ഇറങ്ങുന്നവർ ഒരു തുള്ളി വെള്ളം തമ്പാനൂർ കിട്ടിയിട്ടില്ല.
ഒരു തുള്ളി വെള്ളം, നിങ്ങൾ ഹിസ്റ്ററി നോക്കിക്കോളൂ, ഒരു തുള്ളി വെള്ളം കെട്ടിയിട്ടില്ല. പിന്നെ കിഴക്കേക്കോട്ടയും ഇതുപോലെ ഒരു പദ്ധതിയുണ്ട്, ഞാനത് പറയാം. ഈ ഞാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇപ്പം ചോദിക്കും, പിന്നെ പണ്ടാലെ ഇറങ്ങിക്കഴിഞ്ഞാൽ വെള്ളം കിട്ടുമെങ്കിൽ പിന്നെ അതിനെന്താണ് പിന്നെ പ്രസക്തി എന്ന് ചോദിക്കും. നേരത്തെ ചോദിച്ചത് കോർപ്പറേഷനെ കൊണ്ട് മാത്രം കഴിയുമോ എന്ന് ചോദിച്ചില്ലേ. ഈ റോഡിൻ്റെ പരിപാലനം TRDCLൻ്റെ കയ്യിലാണ്. TRDCL ചെയ്തിരിക്കുന്നത് 42 കിലോമീറ്റർ റോഡ്, സിറ്റിക്കകത്ത് ചെയ്തിരിക്കുന്ന റോഡ്, MG റോഡ്, ആശാൻ സ്ക്വയർ എയർപോർട്ട് റോഡ്, പിന്നെ കവടിയാർ LMS റോഡ്, ശാസ്തമംഗലം വെള്ളയമ്പലം, കവടിയാർ പേരൂർക്കട, കവടിയാർ പട്ടം മെഡിക്കൽ കോളേജ്, കുമാരപുരം മുറിഞ്ഞപാലം ടു പിന്നെ വെൺപാറവട്ടം, അങ്ങനെ പോകുന്ന റോഡുകൾ, പേരൂർക്കട വഴയില, 17 റോഡ്സ് ഉണ്ട്, എല്ലാം കൂടെ 42 കിലോമീറ്റർ. ഞങ്ങൾ ചെയ്തിരിക്കുന്ന 42 കിലോമീറ്റർ റോഡിൻ്റെയും പരിപാലനം 15 വർഷമാണ് ചെയ്ത് കഴിഞ്ഞ്. അത് റോഡ് വർക്ക് കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 വർഷം ഞങ്ങൾ പരിപാലനം ചെയ്യണം എന്നാണ്. ഈ പരിപാലനം എന്ന് പറഞ്ഞാൽ അതിന് ഞങ്ങളുടെ ടോട്ടൽ പ്രോജക്റ്റ് കോസ്റ്റിൽ ഏതാണ്ട് 5% നമ്മൾ ഫാക്ടർ ചെയ്തിരിക്കുന്നത്. അപ്പം കൺസ്ട്രക്ഷൻ കോസ്റ്റ് പിന്നെ 80%, ഫൈനാൻസ് കോസ്റ്റ് 10%, 15% ഫൈനാൻസ് കോസ്റ്റ് വരും അപ്രോക്സിമേറ്റ്ലി. 5% 5 തൊട്ട് 7% വരെയാണ് മെയിൻ്റനൻസ് കോസ്റ്റ് നമ്മൾ ഫാക്ടർ ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു രൂപ ആണെങ്കിൽ അതിൽ ഏതാണ്ട് 80-85 രൂപ കൺസ്ട്രക്ഷൻ കോസ്റ്റ്, 15 പൈസയോളം ഇൻട്രസ്റ്റും 5 പൈസ മെയിൻ്റനൻസും. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് നമ്മൾ അപ്ഫ്രണ്ട് മുതൽ മുടക്കി സർക്കാർ നമുക്ക് 15 വർഷമായിട്ട് ഇൻസ്റ്റാൾമെൻറ്റ്സിലാണ് തരുന്നത്. അതിനാണ് പറയുന്നത് ആനുവിറ്റി എന്ന് പറയുന്നത്. അപ്പം ഓരോ 6 മാസം കൂടുമ്പോഴും ഞങ്ങൾക്ക് ആനുവിറ്റി കിട്ടും. നമ്മൾ EMI ആയിട്ട് കാറും ഒക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന, അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ വാങ്ങിക്കുന്നതിന് EMI കൊടുക്കുന്നവരാണ് സർക്കാർ ഞങ്ങൾക്ക് തരുന്നത്. അത് PPPയുടെ ഒരു പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്സിൻ്റെ ഒരു കണ്ടീഷനാണ്. അങ്ങനെ തരുമ്പോൾ ഞങ്ങൾക്ക് ചില ബാധ്യതകളുണ്ട്. ആ ബാധ്യതകൾ നമ്മൾ നിറവേറ്റണം എന്നുള്ള കമ്പൽസറി. ആ ബാധ്യത പ്രകാരം നമ്മൾ ഈ ഓടകൾ, ഏത് ഓടയാണെങ്കിലും ഒരു വർഷം മിനിമം 2 തവണ അത് ക്ലീൻ ചെയ്യണം എന്ന കണ്ടീഷനാണ്. അപ്പോൾ ഈ കണ്ടീഷൻ വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരു സർക്കാർ സംവിധാനത്തെ ഏൽപ്പിച്ചാൽ അത് നടക്കില്ല. പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് സക്സസ് എവിടെയാണ്, ഫെയിലിയർ ഇനിയും വരാം, ഞാൻ എന്താണെന്നുള്ള വരാം. അപ്പോൾ ഇത് പ്രകാരം ഞാനിരിക്കുമ്പോൾ ഈ ചുമതല ഞാൻ നിറവേറ്റണം എന്നുള്ള എൻ്റെ പേഴ്സണൽ ഒരു ആവശ്യമായിട്ട് ഞാൻ കരുതി. പിന്നെ നഗരത്തോടുള്ള എൻ്റെ എന്താ പറയുക, അൺബ്രിഡിൽഡ് ലവ് എന്ന് പറയാം. തിരുവനന്തപുരം എന്ന് വെച്ചാൽ എനിക്ക് അത്ര ഒരു ഇതാണ്, ഞാൻ മരിക്കാൻ വരെ തയ്യാറാണ്. അപ്പം അത് വെച്ചിട്ട് ഞാനിത് വളരെ ക്ലിയറായിട്ട്, ഞങ്ങളുടെ ചുമതല യാതൊരു ഇതുമില്ലാതെ മുടക്കമില്ലാതെ ഞാൻ ചെയ്യും. സർക്കാർ ഇനിയും പൈസ ഞങ്ങൾക്ക് ഒരുപാട് ആനുവിറ്റി തരാതെ ഒരുപാട് സർക്കാരിട്ട് കറക്കിയിട്ടുണ്ട്. അതായത് ഇപ്പം നമ്മളൊരു കാറ് വാങ്ങിച്ചിട്ട് നമ്മൾ മാസം കൊടുക്കേണ്ട ഇൻസ്റ്റാൾമെൻറ്റ് കൊടുത്തില്ലെങ്കിൽ ആൾക്കാരെ വിടും നമ്മളെ വന്ന് വരട്ടാനായിട്ട്. ഇത് നമുക്കത് പറ്റില്ല. സർക്കാർ നമുക്ക് പൈസ തന്നില്ലെങ്കിൽ നമുക്ക് റിക്വസ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. പക്ഷേ എന്നിവരെങ്കിലും പൈസ തന്നില്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ട ചുമതല ഞങ്ങൾ ചെയ്യുമായിരുന്നു. കാരണം ഞങ്ങളുടെ കമ്പനിയുടെ അപ്രോച്ച് എങ്ങനെയായിരുന്നു, ഞങ്ങളുടെ കമ്പനി ഇപ്പം എൻ്റെ മാത്രം കഴിവായിട്ട് ഞാൻ പറയുന്നില്ല, കമ്പനിയുടെ ആറ്റിറ്റ്യൂഡ് അതാണ്. നമ്മളൊരിക്കലും പൈസ കിട്ടില്ല എന്ന് വെച്ച് വർക്ക് ചെയ്യാതിരിക്കരുത് എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ വർക്ക് ചെയ്യും. ഞാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ വർക്കിൽ പൈസ കിട്ടിയില്ല എന്ന് പറഞ്ഞ് വർക്ക് ചെയ്യാതിരിക്കും. വർക്ക് ചെയ്യാതിരിക്കുന്നതിൽ വേറൊരു വിഷയം കൂടെ ഉണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർഫറൻസ് ഒരുപാട് കൂടി. ഞാൻ ഇറങ്ങുമ്പോഴത്തേക്ക് ആക്ച്വലി സുധാകരനുമായിട്ട് എനിക്കൊരു വലിയൊരു ഒരു ഫ്യൂഡുണ്ടായിരുന്നു. അനാവശ്യമായിട്ട് ഉള്ള അദ്ദേഹം ഉണ്ടാക്കിയൊരു ഫ്യൂഡാണ്. അതിന് റീസൺസ് ഇത്രയേ ഉള്ളൂ. അന്നത്തെ സർക്കാർ പറയുന്ന ചിലർക്ക് ഞാൻ വർക്ക് കൊടുക്കണം, ഞാൻ കൊടുക്കില്ല എന്ന് വെച്ചാൽ വേറെ കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ ഈ PPP പ്രോജക്റ്റിൽ വ്യക്തമായിട്ടുള്ള ഗൈഡ് ലൈൻസ് ഉണ്ട്. ഇപ്പം ഞാൻ ഒരു വ്യക്തിക്ക് XYZ ഞാനൊരു വർക്ക് കൊടുക്കണമെങ്കിൽ, ഉദാഹരണത്തിന് ട്രീ പ്രൂണിങ് ആണ് കൊടുക്കേണ്ടതെങ്കിൽ, ആ ട്രീ പ്രൂണിങ് ചെയ്യുന്നതിന് മുമ്പ് ഓരോ മരത്തിലും നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്നുള്ള ഞങ്ങളെ ധരിപ്പിക്കണം. അവർക്ക്
പിന്നെ റോഡിൽ അത് കട്ട് ചെയ്യാനുള്ള എക്യുപ്മെൻറ്റ് വേണം, ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്, അതിൻ്റെ പ്രൂഫ് കാണിക്കണം, അതിൻ്റെ ഓണർഷിപ്പ് കാണിക്കണം. പിന്നെ അവർക്ക് വാഹനം വേണം, ഇതിൻ്റെ ബൂം വെച്ചിട്ടുള്ള കയറ്റി നിർത്തി വെട്ടാനുള്ള, അല്ലാതെ താഴെ നിന്ന് ഇങ്ങനെ ഈ KSEBക്കാർ ചെയ്യുന്ന പോലെ ഒരു പിന്നെ അരിവാൾ വെച്ച് വലിച്ചിടുകയല്ല. അപ്പോൾ ഇതിനൊക്കെയുള്ള എക്യുപ്മെൻറ്റ് എല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ അപ്രൂവ് ചെയ്യുള്ളൂ. അപ്പോൾ ഈ ഇവിടുന്ന് ഇദ്ദേഹത്തിൻ്റെ ആൾക്കാർ ഓരോരുത്തരെ പറഞ്ഞു വിടും, അവർക്ക് ജോലി കൊടുക്കണം, അവർക്ക് വർക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ വന്നപ്പം ഞങ്ങൾ തമ്മിൽ വലിയ ഒരു പിന്നെ ഗ്യാപ്പുണ്ടായി. അദ്ദേഹം ഈ ഞങ്ങൾക്ക് തരേണ്ട ഒരുപാട് എമൗണ്ട് പിടിച്ചു വയ്ക്കുകയുണ്ട്. മാത്രമല്ല അത് വേറൊരു സ്റ്റോറിയാണ്. പക്ഷേ ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഈ വർക്കെല്ലാം ചെയ്തു പോയി. പക്ഷെ ഞാൻ ഇറങ്ങിയോടുകൂടി ഈ പേയ്മെൻറ്റ് കിട്ടാത്തതിൻ്റെ ഇഷ്യൂവിൻ്റെ പുറത്ത് ഒരുപാട് ഈ മെയിൻ്റനൻസ് ഇഷ്യൂസ് ഡിലേഡായി. പിന്നെ അത് ഈ പിന്നെ പല ആൾക്കാരും പറയുന്ന കക്ഷികൾക്ക് ഇത് ക്ലീനിങ് കോൺട്രാക്റ്റ് കൊടുക്കാൻ ബാധ്യസ്ഥരായി. ഞാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ കമ്പനി ബാധ്യസ്ഥരായി. കൊടുക്കാനുള്ള എമൗണ്ട് കൊടുക്കാം, അതായത് ഈ ആനുവിറ്റി കിട്ടാനുള്ളത് കൊടുക്കാം, പക്ഷേ ഇദ്ദേഹത്തിന് വർക്ക് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ബാധ്യസ്ഥരായി. അത് പാർട്ടിക്കാർക്ക് തന്നെ ആയിരിക്കും കൊടുത്തത്? എനിക്കറിയില്ല. ഇറങ്ങിയതിന് ശേഷം അതൊന്നും പ്രോപ്പറായിട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൻ്റെ കിടപ്പ് എവിടെയാണെന്ന് മനസ്സിലാക്കുക. ഇതൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആയി കഴിഞ്ഞാൽ TRDCയിൽ കിട്ടേണ്ട പൈസ സർക്കാരിൽ നിന്ന് കിട്ടും. കാരണം അത് എഗ്രിമെൻറ്റ് വെക്കുമ്പോഴേ കമ്മിറ്റഡാണ്. പണിയൊട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ കയ്യിൽ നിന്ന് ചിലവില്ല, സർക്കാരിൽ നിന്ന് ചിലവാക്കി എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ പൈസ കിട്ടുകയും ചെയ്യും. മെയിൻ്റനൻസ് കാരണം അത് ഉൾപ്പെട്ടിട്ടാണ് എമൗണ്ട് തരുന്നത്. അതുകൊണ്ട് ഇപ്പം അത് നടക്കുന്നില്ല. അത് നടക്കുന്നില്ല. അപ്പോൾ അതിലൊരു തരികിട എവിടെയോ ഉണ്ട് അത്. അപ്പം അതുകൊണ്ടാണ് ഇപ്പം പിന്നെ ഈ പൊന്നര പാർക്കിന് ചുറ്റുമുള്ള ഓട ക്ലീൻ ചെയ്തിട്ട് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ 6-7 വർഷമായി. അപ്പോൾ അതിനകത്ത് ഏതാണ്ട് ഒരു പകുതിയോളം പിന്നെ സെഡിമെൻറ്റ്സ് വന്നു കാണും, യാതൊരു സംശയമില്ല. അപ്പോൾ പൊന്നര പാർക്ക് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രശ്നം പോകും. ഇനിയിപ്പം ഇത് എല്ലാവരും റെയിൽവേയെ കുറ്റപ്പെടുത്തുന്നു. ഞാൻ നേരത്തെ പറഞ്ഞുള്ള റെയിൽവേ കീറാമുട്ടിയൊന്നുമല്ല. റെയിൽവേയിൽ സംഭവിച്ച എന്താണെന്നും കൂടെ പറഞ്ഞു. ഞാനത് പല മീറ്റിങ്സിനും പറഞ്ഞിട്ടുണ്ട്. റെയിൽവേയിൽ സംഭവിച്ചത് ആമേഴഞ്ചാം തോട് കപ്പാസിറ്റി ഉണ്ടായിരുന്ന തോടാണ്. പക്ഷേ റെയിൽവേ ബ്രോഡ്ഗേജ് ആക്കിയപ്പം മുകളിലുണ്ടായിരുന്ന സ്ലാബ് ഇപ്പോൾ ഇത്രയും ഉള്ള ആമേഴഞ്ചാം തോട് ക്രോസ് ചെയ്ത് പോകുന്നു റെയിൽവേ, അതിൽ മുകളിലുള്ള സ്ലാബ് ഇത്രയുമായിരുന്നു. തിരുവനന്തപുരം സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെ ഹൈറ്റ് കുറവായിരുന്നു, പൊതുവെ കുറവായിരുന്നു. അപ്പോൾ ബ്രോഡ്ഗേജ് ആക്കിയപ്പം ഇതിൻ്റെ സ്ലാബിൻ്റെ തിക്നെസ് കൂട്ടിയപ്പം മുകളിലോട്ട് പൊക്കുകയല്ല ചെയ്തത്. കാരണം മുകളിലോട്ട് പൊക്കിയ പ്ലാറ്റ്ഫോം പൊക്കണം, താഴോട്ട് ഇറക്കി. അപ്പം അതിൻ്റെ ഫ്ലോ ഏരിയ കുറഞ്ഞു. അപ്പോൾ റെയിൽവേ ബാധ്യസ്ഥരാണ് അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. ഇത് സൊല്യൂഷൻ ഇല്ലാത്തൊന്നുമല്ല. ഒരു ബ്രാഞ്ച് കനാൽ ഉണ്ടാക്കി കുറച്ചും കൂടെ വൈഡാക്കിയാൽ മതി. അപ്പം റെയിൽവേക്ക് അപ്പുറത്തുള്ള ഭാഗത്താണോ? റെയിൽവേക്ക് അകത്തുള്ള ഭാഗത്ത് തടസ്സം ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. അതൊരു മെയിൻ കാര്യമല്ല. തടസ്സമുണ്ട്, ശരിയാണ്. വെള്ളം ഒഴുകി പോകാൻ വെള്ളപ്പൊക്കം കൂടുതലായിട്ട് വരേണ്ട. അപ്പം ഇങ്ങോട്ടത്തേക്ക് ഒഴുകി എത്തുന്ന ഭാഗത്തല്ലേ ഇത്? തമ്പാനൂരിൽ നിന്ന് അങ്ങോട്ടാണോ പോകുന്നത് വെള്ളം? തമ്പാനൂരിൽ നിന്ന് പഴവങ്ങാടി പോയി, പഴവങ്ങാടിയിൽ നിന്ന് പാറ്റൂർ വഴി പട്ടംതോട്ടിൽ പോയി. തിക്നെസ് കൂടിയത് കൊണ്ടിട്ട് വെള്ളത്തിന് ഫ്ലോ കുറഞ്ഞു. പിന്നെ ഫ്ലോ ഏരിയ കുറഞ്ഞു. കുറഞ്ഞപ്പോഴത്തേക്ക് ഡിസ്ചാർജ് ഏരിയ കുറഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഒരു തടസ്സമുണ്ട്. നേരത്തെ പെട്ടെന്ന് ഒഴുകി പോവുമെങ്കിൽ അവിടെ വന്നൊന്ന് തടസ്സപ്പെട്ടിട്ടേ ഒഴുകി പോകാതിരിക്കില്ല. അപ്പോൾ അതിനൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് ആയിരിക്കും. ഒരു ബ്രാഞ്ച് ഒരെണ്ണം ചെയ്ത് കഴിഞ്ഞാൽ റെയിൽവേയുടെ ഇഷ്യൂ നമുക്ക് പൂർണ്ണമായും പരിഹരിക്കാം. പിന്നെ ഇതിൻ്റെ പുറത്ത് ഈ പിന്നെ മാലിന്യങ്ങൾ വീഴുന്നത്, കുപ്പി അത് ഇതൊക്കെ വീഴുന്നത്, അത് ഞങ്ങൾ 2007 ഒരു പ്രപ്പോസൽ കൊടുത്തായിരുന്നു. ഞാൻ TRDCയിലിരിക്കുമ്പോൾ റെയിൽവേ തെക്കേ ഗേറ്റ് തൊട്ട് പഴവങ്ങാടി വരെ ഈ ഓട ബോക്സ് ചെയ്ത് കവർ ചെയ്യുക, ഒരു കോൺക്രീറ്റ് ബോക്സ് പോലാക്കി വിട്ട് കഴിഞ്ഞാൽ അവിടെ ഇതിൻ്റെ ഇടയ്ക്ക് ഈ
അത് റെയിൽവേക്കകത്തും ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിനകത്ത് കുപ്പിയും ചവറും ഒന്നും വീഴില്ല. അല്ല, മറ്റിടത്തുനിന്ന് വന്ന് വരുന്ന ഈ സെഡിമെന്റ്സ് അത് ഇവിടെ നമ്മൾ ഫിൽറ്റർ വെക്കണം. പിന്നെ ഇത് നമുക്ക് ഈ കക്ഷത്തിരിക്കുന്ന പോകാനും പാടില്ല, ഉത്തരത്തിരിക്കുന്ന എടുക്കണം വേണമെന്ന് വെച്ചാൽ നടക്കില്ല. നമുക്ക് ചില കാര്യങ്ങൾ പിന്നെ വെള്ളപ്പൊക്കം വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ബാധ്യതകളുണ്ട്, അത് ഫോളോ ചെയ്യണം. ഫോളോ ചെയ്യാത്തവർ നമ്മൾ പണിഷ് ചെയ്യണം. ഇപ്പം ഈ KSRTCയുടെ സൈഡിലിരിക്കുന്ന കടയിൽ നിന്ന് ഒരുപാട് വൃത്തികേടാണ് ഓടയിലോട്ട് ഇടുന്നത്. ഒന്നുകിൽ അവിടെ ബോക്സ് ചെയ്യുക, ഓടയിലിടാൻ പറ്റാത്ത രീതിയിൽ ബോക്സ് ചെയ്യുക. ഇപ്പം വഞ്ചിയൂർ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. വഞ്ചിയൂർ കോടതിക്ക് മുമ്പ് ഞങ്ങളുടെ പണ്ട് തോടായിരുന്നാണ് ബോക്സ് ചെയ്ത് ഇപ്പം ഭംഗിയാക്കി റോഡായി. ഈ ആമേഴഞ്ചാം തോട് ഞങ്ങൾ കൊടുത്ത പ്രപ്പോസൽ പിന്നെ ഞാൻ പറഞ്ഞല്ലോ, റെയിൽവേ സ്റ്റേഷൻ തെക്കേ ഗേറ്റ് തൊട്ട് ബോക്സ് ചെയ്യുക. ബോക്സ് ചെയ്തിട്ട് അങ്ങ് പിന്നെ പാറ്റൂർ വരെ ബോക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് റോഡായിട്ടും കൂടെ മാറും. അപ്പോഴത്തേക്ക് അവിടുത്തെ കംപ്ലീറ്റ് മൊബിലിറ്റി മാറും. ഇതങ്ങ് ആക്കുളം വരെ, നമുക്ക് ആക്കുളം കായൽ വരെ ചെയ്യാവുന്നേ ഉള്ളൂ. നമുക്കൊരു നല്ല റോഡ് കിട്ടും. അപ്പോൾ തിരുവനന്തപുരത്തെ ഒരു കൺജഷൻ ഡീകൺജഷനിലേക്ക് ചെയ്യാനായിട്ടുള്ളൊരു സൗകര്യം കൂടാണ്. അപ്പോൾ ഇതിന് ഒരുപാട് ഒബ്ജക്ഷൻ വന്നിരുന്നു. ഇത് മെയിൻറ്റെയിൻ ചെയ്യുക, അതിനകത്ത് മുഴുവൻ മാലിന്യം അടിയും, അവസാനം മുഴുവൻ വെള്ളം കെട്ടും. ഇതൊക്കെ വെറുതെ ശുദ്ധ അസംബന്ധമാണ്. കാരണം ബേക്കറി ജംഗ്ഷനിലും ഞങ്ങൾ വഞ്ചിയൂരും 300 മീറ്റർ വെച്ചിട്ടുള്ള ബോക്സിങ് ചെയ്തിട്ടുണ്ട്. ബേക്കറി ജംഗ്ഷനിൽ ചെയ്തിട്ട് ഇപ്പോൾ 20 വർഷമായി. ഒരിക്കൽ പോലും അവിടെ ഒന്നും മാലിന്യം അടിഞ്ഞിട്ടില്ല. പിന്നെ വഞ്ചിയൂർ ചെയ്തിട്ട് ഇപ്പം 10 വർഷം കഴിഞ്ഞു. അവിടെ മാലിന്യം ഒന്നും അടിഞ്ഞിട്ടില്ല ഇതുവരെ. ചെറിയൊരു ഡിസൈൻ ഫീച്ചർ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും അതിന് നിൽക്കില്ല, അത് ഒഴുകിപ്പോവും. പിന്നെ അതിൻ്റെ മുമ്പിലും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇങ്ങനെ ഗ്രില്ല് കൊടുത്തിട്ട് ഇത് കളക്ട് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സംവിധാനവും കൊടുക്കാം. ഓട്ടോമേറ്റഡ് മെയിൻ്റനൻസ് സംവിധാനവും കൊടുക്കാം. അത് വേണമെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഇത് ആമേഴഞ്ചാം തോടിൽ മാലിന്യം വീഴാതിരിക്കാനുള്ള സംവിധാനം വിഷമമുള്ള സംവിധാനമൊന്നുമല്ല. ശരിക്കും പറഞ്ഞാൽ സ്മാർട്ട് സിറ്റി ഞാനായിരുന്നെങ്കിൽ ചേരുന്നത് അതിലൊരു പ്രധാന വർക്ക് ഞാൻ ഇതായിട്ട് എടുക്കുകയുള്ളൂ. കാരണം തിരുവനന്തപുരത്തിന് ആവശ്യം ഈ ആമേഴഞ്ചാം തോടിനെ നമ്മളൊരു സൊല്യൂഷൻ കാണുക എന്നുള്ളതാണ് പ്രധാന ആവശ്യം. അത് നമുക്കറിയാമല്ലോ. അത് ആ ഒരു ആളവിടെ മരിച്ചപ്പോഴത്തേക്ക് ഉണ്ടായ ഇവിടുത്തെ കമോഷൻ, ചാനലുകളെല്ലാം 8-10 ദിവസം അത് മാത്രമായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അങ്ങനൊരു പ്രശ്നം വരാതിരിക്കണമെങ്കിൽ വളരെ എളുപ്പമാണ്. ഇന്നും അത് ചെയ്യുകയാണെങ്കിൽ ഒരു 100-150 കോടി രൂപയ്ക്ക് അങ്ങ് ആക്കുളം വരെ ചെയ്യാവുന്നേ ഉള്ളൂ. ഒരു നല്ല റോഡ് കിട്ടും, നല്ല റോഡും കൂടെ കിട്ടും. അതിൻ്റെ ടേക്ക് അവേ അതും കൂടാണ്. അതിൽ യാത്ര ചെയ്യാനായിട്ട് ടോൾ പിരിക്കണമെങ്കിൽ ടോൾ പിരിക്കാം, അതൊക്കെ സർക്കാരിന് വിടുന്നു. അപ്പം ആമേഴഞ്ചാം തോടിൽ മാലിന്യം വീഴുന്നതും അത് വെള്ളക്കെട്ടിന് പിന്നെ പ്രശ്നമാണെന്നും പറഞ്ഞത് അതിൻ്റെ സൊല്യൂഷൻ കാണാതെ ഇങ്ങനെ നീട്ടി കൊണ്ടുപോകുന്നത്, അതിൽ നിന്ന് പിന്നെ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനുള്ള ഒരൊറ്റ പ്രവണത മാത്രമേ ഉള്ളൂ. എനിക്ക് വിശ്വാസമുണ്ട്. ഞാനിത് ഈ പർട്ടിക്കുലർ പ്രോജക്റ്റ് ഞങ്ങൾ ഡിസൈൻ വരെ കൊടുത്തതാണ് സർക്കാരിന്. 2007-8 കൊടുത്തതാണ്. 2014 പിന്നെയും കൊടുത്തു. അത് ഞാൻ ഇപ്പോഴത്തെ മേയർ ശ്രീ വി രാജേഷിന് ഞാൻ കൊടുത്തിരുന്നു. അദ്ദേഹം ടേക്കപ്പ് ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സാർ ഈ പറഞ്ഞതുപോലെ ആമേഴഞ്ചാം തോടിനെ കവർ ചെയ്തുകൊണ്ട് നമുക്ക് റോഡ് നിർമ്മിക്കാം. അത് വഴിയിട്ട് നമുക്ക് ഇതിനേക്ക് അതായത് ഈ ഒരു ഡ്രെയിനേജ് സിസ്റ്റത്തെ നമുക്ക് പ്രോപ്പറാക്കി കൊണ്ടുവരാൻ പറ്റും. എക്സ്ട്രാ റോഡും കൂടെ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ നോക്കുമ്പം ഇത് ചെന്ന് എത്തുന്നത് ആക്കുളം കായലിലേക്കാണ്. പക്ഷേ ആക്കുളം കായലിൻ്റെ ഭാഗത്തുണ്ടായിരുന്ന പല സ്ഥലങ്ങളും, അതായത് കായലിൻ്റെ നികത്തി പല ബിൽഡിങ്ങുകളും ഒക്കെ വന്നിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്? അപ്പോൾ അതിനെ നമുക്ക് റീറ്റെയിൻ ചെയ്യാതെ ഇത് സാധ്യമാക്കിയെടുക്കാൻ സാധിക്കുമോ? ആക്കുളം കായൽ ഒരു വലിയ പരിസ്ഥിതി പ്രശ്നമാണ്. ഈ ഓരോ വർഷത്തിലും ജൂൺ 5 എന്നൊക്കെ പറയുന്ന പരിസ്ഥിതി ദിവസമായിട്ടൊക്കെ ആഘോഷിക്കുന്നു. ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ ആഘോഷിച്ച് വലിയ ഇവിടെ ഘോരം ആൾക്കാർ സംസാരിക്കുകയൊക്കെ ഉണ്ടായി. നമ്മുടെ മൂക്കിൻ്റെ താഴെ ആക്കുളം കായലിൽ എൻക്രോച്ച്മെൻറ്റ്സ് ഡെയിലി നടക്കുകയാണ്. എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം. ഇവിടെ ഒരാൾ 6 ഏക്കർ അതിനകത്ത് നിരത്തിയെടുത്ത് എനിക്കറിയാം. ആക്കുളം കായൽ അത് 6 ഏക്കർ സ്ഥലം അയാൾ നിരത്തി അയാളുടെ കീഴിലാക്കിയിട്ടുണ്ട്. 6 ഏക്കർ. തിരുവനന്തപുരത്ത് ഒരു സെൻറ്റെന്ന് പറഞ്ഞാൽ ആ ഏരിയയിലൊക്കെ ഒരു സെൻറ്റെന്ന് പറഞ്ഞാൽ 10-15 ലക്ഷം രൂപയാണ്.
അപ്പോൾ എന്താണ്, അപ്പോൾ ഇതിൽ ആരൊക്കെ ഒത്താശ ചെയ്തിട്ടുണ്ടെന്നുള്ള നിങ്ങൾ ആലോചിച്ച് നോക്കിക്കൊള്ളുക. ഇതിനകത്ത് ഇപ്പോൾ ഒരു 10 വർഷം മുമ്പ് ആക്കുളത്തേക്ക് പോവുകയാണെങ്കിൽ സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിൻ്റെ ഉള്ള ഒരു റൈറ്റ് ടേൺ ഉണ്ട്, താഴോട്ട് പോയ സെൻറ്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ്. ആ സെൻറ്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസിൻ്റെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ആക്കുളം കായൽ തുടങ്ങുന്ന ഭാഗമായിരുന്നു. ഇന്ന് അവിടുന്ന് പിന്നെ ഒരു 500 മീറ്റർ കരയായി മാറിയിരിക്കുകയാണ്. ഇതെല്ലാം നികത്തിയെടുത്തതാണ്. അത് നമ്മുടെ അതിനകത്ത് ശ്രീ കരുണാകരൻ സെൻറ്റർ എന്നും പറഞ്ഞൊരു ബിൽഡിങ്ങൊക്കെ കാണുന്നത്. ആരാണ് കെ കരുണാകരൻ സെൻറ്റർ? ആരുടെ പ്രൈവറ്റ് ആണോ പാർട്ടിയുടെ ആണോ എനിക്കറിയില്ല. പക്ഷേ ഇതൊക്കെ അവിടെ നേരത്തെ വെള്ളമായിട്ട് കിടന്ന കായലിൻ്റെ ഭാഗമായി കിടന്ന സ്ഥലമാണ്. ഇപ്പം ഡെയിലി ഇത് പലരുടെയും ഒത്താശ, അത് ഏത് സർക്കാരെന്നൊന്നും ഇല്ലാന്ന് തോന്നുന്നു. എല്ലാ സർക്കാരും ഇതിന് ഒത്താശ ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ ഇവിടെ ആക്ച്വലി ഒരു ആളുണ്ട്, ഒരു ഗ്രൂപ്പുണ്ട് ഇതിനൊക്കെ കേസ് കൊടുക്കുന്നത്. പക്ഷേ അയാൾക്ക് പണമില്ല, കേസ് കൊടുക്കാൻ പണമില്ലാതെ കിടന്ന് കഷ്ടപ്പെടുകയാണ്. ഇത് വെരി ഗുഡ്, വളരെ സിൻസിയറായിട്ടുള്ളൊരു മനുഷ്യനാണ്. പക്ഷേ ഇതിനൊന്നും ആരും ഒരു വിരൽ പൊക്കുന്നില്ല. ഇവിടുത്തെ വലിയ സെൽഫ് അപ്പോയിൻറ്റഡ് എൻവയോൺമെൻറ്റലിസ്റ്റ് ഉണ്ട്, അവരൊന്നും ഇതിനൊന്നും പറയില്ല. റോഡിലെ ഒരു മരം മുറിച്ചാൽ ഉടനെ വലിയ ബഹളം ഉണ്ടാക്കും. കാരണം ഇത് ഡിസ്ട്രാക്ഷൻ ടെക്നിക്കാണ്. ശരിക്കും ഇഷ്യൂസ് ഇതൊക്കെയാണ്. ഇതിലൊക്കെ നോക്കാതിരിക്കാൻ വേണ്ടി ഡിസ്ട്രാക്ഷൻ ടെക്നിക്കാണ് ഒരു സ്വകാര്യ വ്യക്തി തന്നെ 6 ഏക്കർ സ്ഥലമാണ് എൻക്രോച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാകുകയാണെന്നുണ്ടെങ്കിൽ ആക്കുളം കായൽ എത്ര ഏക്കേഴ്സ് ഓഫ് ലാൻഡ് കൈകാര്യം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എൻക്രോച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും? പല ഇതുപോലെ ചെറിയ നൂറുകണക്കിന് ഏക്കേഴ്സ് പോയി കാണും. അത്രയും പോയിട്ടുണ്ട്. ഇഷ്ടം അത് വളരെ ശൃംഖീകരിക്കുകയാണ്. വെള്ളായണിക്കായലിൽ ഇതുണ്ട്. പക്ഷേ വെള്ളായണിക്കായലിൽ അവിടെ കുറേ ആക്ടിവിസ്റ്റ് ഉണ്ട്. ഇതിനൊക്കെ എന്തെങ്കിലും ഒരു എഫേർട്ട് നടന്നാൽ ഉടനെ സർക്കാരിനെ അലർട്ട് ചെയ്യുന്ന കുറേ ആക്ടിവിസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് കുറേ ഭേദമുണ്ട്. പക്ഷേ ഇവിടെ ആക്കുളം അങ്ങ് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഏകദേശം ഒരു 10-15 വർഷമായിട്ടല്ലേ? 10 വർഷമായിട്ട് ഇത് വിസിബിളാണ്. അതായത് നമ്മളെ പോകുന്ന വഴി കാണാം, പക്ഷെ ബാക്കി കാണാത്ത ഭാഗത്തൊക്കെ എത്ര കയ്യേറി എന്നുള്ളത് നമുക്കറിയില്ല. ചിലപ്പോൾ നമ്മുടെ പാളയം മാർക്കറ്റിലെ അനധികൃതമായിരിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെതിരെ നല്ല നടപടി എടുത്തിരിക്കുന്ന മേയർ വി രാജേഷ് ഇതിലൊരു നടപടി എടുക്കുമെന്ന് സാർ വിശ്വസിക്കുന്നുണ്ടോ? ചെയ്യാവുന്നതേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ഒരു പാർട്ടിയുടെയും ഒരു പർട്ടിക്കുലർ വ്യക്തിയുടെ സപ്പോർട്ടറൊന്നുമല്ല. പക്ഷേ അദ്ദേഹം കാതലായിട്ടുള്ള ഇഷ്യൂസ് യാതൊരു സെൻസറിങ്ങും കൂടാതെ പറയുന്നതായിട്ട് കാണുന്നു, ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. ഇത് പാളയം മാർക്കറ്റ് പണ്ടേ ഞങ്ങളാ പാളയം അണ്ടർപാസ് ചെയ്യുമ്പോൾ എനിക്കറിയാം, അന്ന് ഡിമോളിഷ് ചെയ്ത് റീഹാബിലിറ്റേറ്റ് ചെയ്തതാണ് ആ പാളയം മാർക്കറ്റ്. അന്ന് ടെമ്പററി ഷെഡ്സാണ് കൊടുത്തിരുന്നത്. അന്നേ എനിക്കറിയാം അതിനകത്തുള്ള പൊളിറ്റിക്സ്. ചില ആൾക്കാരുടെ കയ്യിലാണ് അതിനകത്തെ കടകളിരിക്കുന്നത്. ആ ഒരു ആരോഗ്യകരമല്ലാത്ത ആ ഒരു സിസ്റ്റം ഇദ്ദേഹം ബ്രേക്ക് ചെയ്യുന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് നല്ലതാണ്. അല്ല, പാളയം മാർക്കറ്റ് പ്രശ്നത്തെക്കാൾ വളരെ സീരിയസ് ആയിട്ട് കാര്യമാണ് ഈ ആക്കുളം കായലിൽ ഇത്ര ഏക്കേഴ്സ് ഓഫ് ലാൻഡ്, ഒരു 100 ഏക്കർ സ്ഥലം കയ്യേറുക, അത് പേരിക്കൂട്ടി കിട്ടുക എന്നൊക്കെ പറഞ്ഞ ഒരു ശരിയായിട്ടുള്ള നടപടിയല്ലല്ലോ. അല്ല, അത് ഇതിനൊക്കെ എതിരെ ഒരു സിസ്റ്റം വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് കണ്ടെടുത്തോളം പുള്ളിയുടെ ജോലി ചെയ്യുന്നു എന്നാണ് മനസ്സിലാകുന്നത്. 4 മാസമേ ആയുള്ളൂ. സാർ, ഇപ്പോൾ നമ്മൾ പാളയം മാർക്കറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പം പാളയം മാർക്കറ്റിലെ ബിൽഡിങ്ങിലെല്ലാം പൊളിച്ച് കളഞ്ഞിട്ടുണ്ട് ഏകദേശം. പക്ഷേ നമ്മളിത് അറിയുന്നത് ഈ കുറച്ച് കാലം മുമ്പ് വരേക്കും, അതായത് ഈ ഭരണസമിതി വരുന്നത് തൊട്ട് മുമ്പ് വരേക്കും വർഷങ്ങളായിട്ട് കമ്മ്യൂണിസ്റ്റുകാരുടെ CPM ഒരു മാഫിയ സംഘം ഇതിനകത്ത് പ്രവർത്തിച്ചിരുന്നതായിട്ടും ഇവിടെ ഉണ്ടായിരുന്ന കച്ചവടക്കാരെ ഞെക്കിപ്പിഞ്ഞതായിട്ടും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സാറ് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിരിക്കുമല്ലോ സാറിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടന്നിരിക്കുന്നത്. എന്തായാലും സാറ് പബ്ലിക്കുമായിട്ട് അല്ലെങ്കിൽ ഈ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് സാറിന് ഇത്തരത്തിലുള്ള എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ ഉണ്ടോ? അല്ല, ആ പറഞ്ഞതിൽ നല്ല കുഴപ്പമുണ്ട്. കാരണം ഈ ഞങ്ങൾ റോഡ് പണി ചെയ്യുമ്പോഴാണ് ഞങ്ങൾ അവിടെ അക്വയറി ചെയ്യുന്നത്. അക്വയറി ചെയ്ത് ആ സൈഡിലിരുന്ന കുറേ ബിൽഡിങ്സൊക്കെ പൊളിച്ചിട്ടാണ് നമ്മുടെ അണ്ടർപാസിനുള്ള വഴിയൊരുക്കുന്നത്. അന്ന് തന്നെ അവിടെ ഇരുന്ന വ്യക്തികളെ റീഹാബിലിറ്റേറ്റ് ചെയ്യുന്നതിൽ തന്നെ അതിൻ്റെ ഒരു ഇഷ്യൂ വന്നപ്പോഴത്തേക്ക് നമുക്കത് വ്യക്തമായി അവിടെ ഇങ്ങനെയുള്ള ചില നമുക്ക് സ്വീകരിക്കാൻ പറ്റാത്ത ചില പ്രവണതകളുണ്ടെന്നുള്ളത്. അപ്പോൾ അവിടെ ആരാണ് എവിടെ ഇരിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട്, ഈ മാഫിയ. അതിപ്പം സർക്കാരുകൾ മാറി മാറി വന്നിട്ടും അതിന് വ്യത്യാസം വന്നിട്ടില്ല. ഇപ്പോഴാണ് ഫസ്റ്റ് ഒരു വ്യത്യാസം കാണുന്നത്. ഇത് CPMൻ്റെ ആണോ അതോ UDFൻ്റെ ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് വ്യക്തമാണ്, ഈ ഒഴിപ്പിക്കൽ നടന്നപ്പോൾ UDF ആയിരുന്നു ഭരണത്തിൽ.
അന്ന് അത് ചുക്കാൻ വലിച്ച വ്യക്തി എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു പരിധി കൂടുതൽ നമുക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇന്നിപ്പോൾ കാണുന്നത് അങ്ങനെയല്ല. പൂർണ്ണമായിട്ട് ഒഴിപ്പിച്ചു. അത് ഒഴിപ്പിച്ചു എന്നുള്ളത് എൻ്റെ ഒരു നമുക്ക് പിന്നെ ശുഭാപ്തി വിശ്വാസം തന്നെയാണ്. അതൊരു ഗിവ്സ് us ഹോപ്പ് ശരിക്കും. ഓക്കെ, കാരണം ഇത് കച്ചവടക്കാർക്കും തൊഴിലാളികൾക്കും ഒക്കെ വളരെ ഉപകാരപ്രദമായിരിക്കും ഒരു കാര്യമായിരിക്കും ചെയ്തിരിക്കുന്നല്ലേ? തീർച്ചയായിട്ടും. ഇതിൻ്റെയൊക്കെ പുറകിൽ ഓരോ ലോബീസ് വരുമ്പോഴത്തേക്ക് പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരുടെ കയ്യിലങ്ങാകും. അപ്പം അവരൊട്ട് നേരെ ചൊവ്വേ അവർക്ക് ജീവിക്കാനൊന്നും കിട്ടുകയില്ല, എന്നാൽ അവർ ഒഴിഞ്ഞു പോവുകയില്ല. കാരണം പണ്ട് പറയാറുള്ള മരിക്കുകയില്ല കട്ടിലൊഴിയുകയില്ല എന്ന് പറയുന്ന പോലെ അങ്ങനത്തെ സിറ്റുവേഷൻ ആവും. ഇതിപ്പോൾ ഫ്രീ ആണെന്ന് വരുമ്പോഴത്തേക്ക് കുറേ കൂടെ ബിസിനസ്സിന് അത് ഒരു എൻകറേജ്മെൻ്റാണ്. മൊത്തത്തിൽ ഒരു ഉഷാർ ഒരു ഉന്മേഷം വരാനൊരു ചാൻസാണ് ഇതെല്ലാം. ഒരു സൈഡിൽ പിന്നെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ കൂടി അത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ രാഷ്ട്രീയക്കാരുടെ ജോലി എന്ന് പറഞ്ഞാൽ ഒരമ്മയുടെ ജോലിയും പ്രൊഫഷണൽസിൻ്റെ ജോലി അച്ഛൻ്റെ ജോലി എന്ന് പറഞ്ഞ പോലെ ഇതിപ്പം രാഷ്ട്രീയവും ഒരു പ്രൊഫഷണൽ ആറ്റിറ്റ്യൂഡ് എടുക്കുകയാണെങ്കിൽ നല്ലോണം പോകും. ഓക്കെ, അതായത് നമ്മുടെ പാളയം മാർക്കറ്റിലെ ഈ CPMകാരുടെ ഗുണ്ടാപ്പിരിവ് നിന്നോട് കൂടിയിട്ട് ഏകദേശം നല്ലൊരു കച്ചവട രംഗത്തും തിരുവനന്തപുരത്തിൻ്റെ ഒരു വികസനത്തിനൊക്കെ നല്ലൊരു മുഖമുദ്ര ഉണ്ടായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നത്. ഇതിൽ പിന്നെ എന്താ പറയണ്ടേ, നമ്മുടെ തിരുവനന്തപുരത്ത് ചെതുമ്പൂരം എന്ന് പറയും സെൻറ്റിപ്പീഡ്, പഴുതാരയുടെ കൂട്ടാണ് ഈ മാഫിയ എന്ന് പറയുന്നത്. അതിനെ കൊല്ലാൻ ബുദ്ധിമുട്ടാണ്. അത് എങ്ങനെങ്കിലും അത് പിന്നെയും തലമുക്കി വരും. പക്ഷേ ഇതൊരു തുടക്കമാണ്, നല്ലൊരു മെസ്സേജാണ്. അത്ര എളുപ്പമല്ല എന്നുള്ളത്. പണ്ട് നമ്മൾ സിനിമയ്ക്കകത്തേക്കാണ് മുംബൈയിൽ ഇതുപോലെ മാഫിയ ഗുണ്ടാപ്പിരിവ്, തിരുവനന്തപുരത്ത് ഈ നഗരത്തിൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഒരു ഗുണ്ടാപ്പിരിവ് മാഫിയ സംഘം ഉണ്ടെന്നൊക്കെ ഈ വാർത്ത വരുമ്പോഴാണ് നമ്മൾ അത് ഈ പൊളിച്ചതിന് ശേഷമാണ് നമ്മൾ കൂടുതലായിട്ട് അറിയുന്നതും. അതിനെപ്പറ്റി അന്വേഷിക്കുമ്പം അവിടെ ഉണ്ടായിരുന്ന ഈ കച്ചവടക്കാരൊക്കെ ഇത്രയധികം യാതന അനുഭവിച്ചിട്ടാണ് ഇവിടെ ജീവിച്ചിരുന്നത്. ഇതിനൊരു ഉദാഹരണമാണ് ഞങ്ങൾ കിഴക്കേക്കോട്ട ചെയ്യുമ്പോൾ അതിനകത്ത് വിരിവിരിച്ചിരിക്കുന്ന വയസ്സായ സ്ത്രീകൾ പോലും അവരുടെ അടുത്ത് സംസാരിച്ച് കഴിയുമ്പോൾ അവരുടെ ഇതിന് വരുന്ന അവർ നല്ല തുക മാസപ്പടിയായിട്ട് അവിടുത്തെ ഗുണ്ടാപ്പിരിവ് ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. അവിടെ ഇരിക്കുന്ന പലരും പിന്നെ അവിടെ കൊണ്ട് പ്രതിഷ്ഠിച്ചതാണ്. അവരെ മാറ്റാനായിട്ട് സർക്കാരിന് ബുദ്ധിമുട്ടാണ്. ഈ നമ്മുടെ മേയർ ടേക്കപ്പ് ചെയ്യുകയാണെങ്കിൽ കൊള്ളാം. കാരണം ഏത് ഭാഗത്താണ് സാർ പറഞ്ഞത്? ആ പത്മതീർത്ഥത്തിൻ്റെ സൈഡിൽ ഇരിക്കുന്ന അവിടുന്ന് ഇപ്പോഴും കൊടുക്കുന്നുണ്ട് ഈ ഗുണ്ടാപ്പിരിവ്. ഉണ്ട്. അവിടെ ഇരിക്കുന്നവർ മുഴുവൻ ഇവരുടെ ഓരോരുത്തർ കൊണ്ട് പ്ലാൻ ചെയ്ത ആൾക്കാരാണ്. അവരെ തൊടാൻ പറ്റാത്ത രീതിയാണ്. അത് മാറ്റണം. ആ ഒരു പിന്നെ സൈക്കിള് മാറ്റണം. അത് മേയറുടെ അടുത്തൊരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അവരെ തൊട്ട ഉടനെ വഴിയോര കച്ചവടക്കാരൊരു ഗ്യാങ്ങാണ്. അവരെ ഉപയോഗിക്കും. ഈ മാഫിയ ഫ്രണ്ടിൽ വരില്ല, അവർ വേറെ ഓരോരുത്തരെ ഉപയോഗിച്ചാണല്ലോ. അപ്പം ഉടനെ വഴിയോര കച്ചവടക്കാരെ ഉപയോഗിക്കും. അതായത് മഹാഭാരത യുദ്ധസമയത്ത് ശിഖണ്ഡിയെ മുന്നിൽ നിർത്തി യുദ്ധം ജയിച്ചതുപോലെ ഇവരെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് കളി. അപ്പോൾ വലിയൊരു 10,000 രൂപ ഇവർ മാസം കൊടുക്കുന്നുണ്ടോ? ഇത് പണ്ട് നമുക്കറിയാം, ഈ ബോംബെയിൽ ഈ ഷൂ പോളിഷുകാരുണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പഴയ കഥയാണ്. ആ ഷൂ പോളിഷുകാർ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുമ്പോഴും ഒക്കെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ഇരിക്കും, 5-6 പേരിരിക്കും. റോഡിൽ മറ്റേ പിന്നെ ഫോർട്ട് ഏരിയയിലും ഒക്കെ ഉണ്ടായിരുന്നു. വിറ്റിയിൽ വിക്ടോറിയ ജൂബിലി ടെർമിനസ് അവിടെയൊക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാം ഓരോരുത്തരും ഇരിക്കുന്നത് അവരുടെ പർട്ടിക്കുലർ ഹാൻഡിലേഴ്സിന് മാസപ്പടി കൊടുത്തിട്ടാണ്. അത് നമുക്ക് പണ്ടേ ഉള്ളതാണ്. അവന് ആരെങ്കിലും ഒരാൾ ഒരു ദിവസം കൊണ്ടുവന്നിട്ട് അവൻ്റെ ഉപജീവനത്തിനായിട്ട് അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ച് നടക്കില്ല. അവന് കിട്ടുന്നതിൻ്റെ ഒരു നല്ല തുക മാസപ്പടിയായിട്ട് കൊടുക്കും. അവൻ്റെ ഒരു എക്സിസ്റ്റൻസ് മാത്രമേ കാണുള്ളൂ. അതുപോലെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ അത് ബ്രേക്ക് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, പക്ഷേ ബ്രേക്ക് ചെയ്യണം. പിന്നെ ഇതിലൊക്കെ അവരുടെ ഒരു സൈക്കോളജി ഉണ്ട്. സർട്ടൻലി അഡ്മിനിസ്ട്രേഷൻ അത് അറിഞ്ഞുകൂടാഞ്ഞിട്ടില്ല. ഈ മാഫിയക്കാരുടെ ഒരു സൈക്കോളജി ഉണ്ട്. അത് ഉപയോഗിച്ച് ഇതങ്ങ് തീർക്കാവുന്നതേ ഉള്ളൂ. ഇതിനൊരു എന്തെങ്കിലും ഒരു തീർപ്പ് കണ്ടെത്താവുന്നതേ ഉള്ളൂ. ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ഈ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അവരെ കയറഴിച്ച് വിട്ട് കഴിഞ്ഞാൽ പബ്ലിക്കിന് പ്രശ്നമാണ്. അവിടാണ് ഞാൻ പറയുന്നത്. ഈ മാഫിയക്കാരെ ഞാൻ പറഞ്ഞ പോലെ അവരെ അടിച്ചമർത്താനും ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ്. എങ്ങനെങ്കിലും പല രൂപത്തിലും അവർ തലപൊക്കും, പല രീതിയിൽ അവർ തലപൊക്കും. പക്ഷേ നമുക്കൊരു അഡ്മിനിസ്ട്രേഷന് ചെയ്യാവുന്നത് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ അവർക്കൊരു വഴിയൊരുക്കി കൊടുക്കുക. ഒരു പരിധിവരെ അവരുടെ ഇൻകം നമ്മൾ അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക.
ഞങ്ങളുടെ സിറ്റി റോഡ് പ്രോജക്റ്റിൽ ഞാൻ പലയിടത്തും അത് ചെയ്തിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ട് വരില്ല. കാരണം അവരെ നമ്മൾ ചൂഷണം ചെയ്യരുത് എന്നുള്ളതാണ്. നിങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ ഈ രീതിയിൽ ചെയ്തുകൊള്ളാം, പക്ഷേ ഇറ്റ് ഷുഡ് നോട്ട് അഫക്റ്റ് ദി സിസ്റ്റം, പബ്ലിക് എന്നുള്ളത്. അപ്പോൾ അത് പിന്നെ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഇവിടെയും പിന്നെ മേയർ ഇച്ചിരി ഒന്ന് ആലോചിച്ച് ചെയ്യാമെങ്കിൽ അവിടെ മുഴുവൻ നല്ല വൃത്തിയാക്കി പിന്നെ ഈ ഒരു പിന്നെ മാഫിയ എന്നുള്ളത് നമ്മളെ അഫക്റ്റ് ചെയ്യാത്തൊരു സാധാരണക്കാരനെ അഫക്റ്റ്. ഇപ്പോൾ അവിടെ കാറും കൊണ്ട് പോകാനേ പറ്റില്ല. കാറും കൊണ്ടൊന്ന് നമുക്ക് പത്മതീർത്ഥത്തിൻ്റെ അവിടെ നിന്ന് പിന്നെ പത്മവിലാസം റോഡിലോട്ട് കയറാമെന്ന് വെച്ചാൽ നടക്കില്ല. അവിടെ മുഴുവൻ 2 സൈഡിലും വലിയൊരു കച്ചവടമാണ്. സാർ, അപ്പോൾ നമ്മുടെ ഈ മാഫിയയുടെ കാര്യം നമ്മളിപ്പോൾ പറഞ്ഞു. നമ്മുടെ കേരളത്തിൽ പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റാണ് TS കനാൽ. TS കനാൽ ഇപ്പം വർക്കല വരെ വന്ന് നിൽക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ ഈ CPM-ൻ്റെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാഫിയ സംഘങ്ങളുടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടോ? അതുകൊണ്ടാണോ ഇത് ഈ വർക്കല വരേക്കും വന്ന് ബ്ലോക്കായി നിൽക്കുന്നത്? ഇങ്ങോട്ട് വരുമ്പോൾ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്? ലൈക്ക് ഈ മാഫിയ സംഘങ്ങളെ പോലെ മണൽവാരൽ, ഈ സ്ഥലം എൻക്രോച്ച് ചെയ്തെടുക്കുന്ന ടീം, അങ്ങനെ എന്തെങ്കിലും? എക്സാക്ട്ലി, അതാണ് ഇഷ്യൂ. ഈ 2 സൈഡിലും ഈ കനാൽ ഇവിടം വരെ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഈ 2 സൈഡിലും അഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ അവർ ഇതിനെ ചെറുക്കുകയാണ്, പല കാര്യങ്ങളും പറഞ്ഞ്. പക്ഷേ അവരെ മുമ്പിൽ നിർത്തി ഇതിനെപ്പറ്റിയൊരു പിന്നെ പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാർ ശരിക്കും ഈ മണ്ണ് മാഫിയക്കാരാണ്. അത് വെളിച്ചത്ത് വന്നത് ഈ കനാൽ പിന്നെ TS കനാൽ ഡ്രഡ്ജിങ് തുടങ്ങി, അത് വെള്ളം ഒഴുകുന്നത് ശരിയാക്കാനായിട്ട്. അപ്പോഴത്തേക്ക് ഇത് മണ്ണ് മാഫിയാണ് ഈ ഡ്രഡ്ജ് ചെയ്യുന്നതെന്ന് വരുത്തി തീർത്ത ആൾക്കാരെ കൊണ്ട് അവിടെ ഒരു പ്രക്ഷോഭം ഉണ്ടാക്കിച്ച് അത് അവസാനം തടസ്സപ്പെടുത്തി. പക്ഷെ ശരിക്കും അതിൻ്റെ പുറകിൽ മണ്ണ് മാഫിയാണ്, പുറകിൽ അത് തടസ്സപ്പെടുത്തിയ ആൾക്കാർ മണ്ണ് മാഫിയാണ് തടസ്സപ്പെടുത്തിയത്. അപ്പോൾ ഇതിനെല്ലാം ഈ സർക്കാർ, പിന്നെ ഏത് സർക്കാരായാലും അതിന് വഴങ്ങുന്നതാണ് പ്രശ്നം. ഇതൊരു ടെക്നിക്കൽ ആവശ്യമാണ്, സാങ്കേതിക ആവശ്യമാണ്. ആ സാങ്കേതിക ആവശ്യം നിറവേറ്റാനായിട്ട് സർക്കാർ ഇറങ്ങി പുറപ്പെടുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തുന്ന ആരായാലും നിഷ്കരുണം അവരെ പിന്നെ പിടിച്ചകത്തിടുകയാണ് വേണ്ടത്. ഈ മണ്ണ് മാഫിയയാണ് പിന്നെ ഇതിനെ തടസ്സപ്പെടുത്തുന്നത്. പലയിടത്തും മണ്ണ് മാഫിയ പ്രോജക്റ്റിനെ എൻകറേജ് ചെയ്യുകയും ചെയ്യും. ഉദാഹരണത്തിന് സിൽവർ ലൈൻ, അതിൽ മണ്ണ് മാഫിയയുടെ നല്ലൊരു ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. സാർ, നമുക്ക് ഈ TS കനാലിൽ നിന്നിട്ട് നേരെ നമുക്ക് സിൽവർ ലൈനിലോട്ടൊന്ന് പോയാലോ? അവിടെ സാർ എന്തൊക്കെ പ്രശ്നങ്ങളാണ് അഭിമുഖീകരിച്ചിരിക്കുന്നത്? ഞാൻ കേട്ടിരിക്കുന്നത് മുൻ മന്ത്രിയായിരിക്കുന്ന സജി ചെറിയനുമായിട്ടുണ്ടായിരുന്ന ചില ക്ലാഷുകളും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കേട്ടിട്ടുണ്ട്. അല്ല, അത് അങ്ങനെ കേൾക്കുന്നുണ്ട്, പല മേഖലകളിൽ നിന്നും കേൾക്കുന്നുണ്ട്. കാരണം ഈ ലാൻഡ് അക്വിസിഷൻ്റെ അലൈൻമെൻറ്റിൽ തന്നെ, സ്ഥലമെടുപ്പിലുള്ള അലൈൻമെൻറ്റിൽ തന്നെ അദ്ദേഹം ഒരുപാട് കൈകടത്തിയിരുന്നു എന്നും അതിൽ നിന്ന് മണ്ണ് എടുക്കാനും മണ്ണ് കൊടുക്കാനുമുള്ള ഒരുപാട് പിന്നെ വഴികൾ അദ്ദേഹം അതിനകത്ത് ഉൾപ്പെടുത്തിയിരുന്നു എന്നുള്ളത് ആധികാരികമായിട്ട് പലയിടത്തു നിന്നും കിട്ടുന്ന ഒരു വിവരമാണ്. അത് ശരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ പിന്നെ കോൺസ്റ്റിറ്റ്യുവൻസി തന്നെ എനിക്ക് അറിയാവുന്ന പലരുമുണ്ട്. അവിടുത്തെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു റെപ്യൂട്ടേഷൻ തന്നെ ഈ മണ്ണ് മാഫിയയുമായിട്ട് ബന്ധമുണ്ടെന്നാണ് പറയുന്നത്, മനസ്സിലാക്കുന്നത്. അത്